പ്രഭാഷകൻ 3-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മിക്കുക, ഇന്നത്തെ ലോകമെന്നത് അസമാധാനത്തിന്റെയും തെറ്റിദ്ധാരണകളുടെയും അടിപിടികളുടെയുമാണ്. ആരെക്കുറിച്ചെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് അത് അല്പം പെരുപ്പിച്ച് അവതരിപ്പിച്ചും പരദൂഷണത്തിന്റേതായ ഈ ലോകം എല്ലായിടത്തും അസമാധാനം സൃഷ്ടിക്കുന്നു. വിനാശകാരികളും നിഷേധാത്മ മനോഭാവക്കാരുമായി കൂട്ടർ സമാധാനത്തിന്റെ ശത്രുക്കളാണ്. ഈശോയുടെ അനുഗാമികൾ സമാധാനത്തിനും പരസ്പര സ്നേഹത്തിനും ഉതകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. നാം കടന്നു ചെല്ലുന്ന എല്ലായിടങ്ങളും സമാധാനത്തിന്റേതാകണം. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള പ്രതിബദ്ധതയോടെ നീതിക്കു വേണ്ടി പോരാടുന്നവർ ജീവൻ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. മന്ദോഷ്ണതയിലേക്ക് നീങ്ങുന്ന ലോകത്തിൽ അനായാസ ജീവിതം അഭിലഷിക്കാതെ കുരിശുകൾ ഏറ്റെടുക്കുന്നവരാകുക. മതപീഡനത്തിന്റെ ഈ ലോകത്തിൽ അപവാദങ്ങളുടെയും കുത്തുവാക്കുകളുടെയും മധ്യത്തിൽ ഈശോയെ പ്രതി പീഡനങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ട കൃപ ഈ നോമ്പുകാലത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ